ഹായ് USS എക്സാമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടി USS എക്സാമിനെ കുറിച്ചുള്ള നിങ്ങൾ എല്ലാ ഡൗട്ടും തീരുന്ന കേട്ടോ. മാത്രമല്ല ഈ വീഡിയോ അവസാനം വരെ കാണുക. USS എക്സാം എഴുതുന്നവർക്ക് വേണ്ട ഒരു സർപ്രൈസും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും USSനെ കുറിച്ചുള്ള ഏറ്റവും ആദ്യത്തെ ഡൗട്ടാണ്, എന്നാണ് നമ്മുടെ USS എക്സാം സ്റ്റാർട്ട് ചെയ്യുക? ഇപ്പം മുതലേ പഠിച്ചു തുടങ്ങേണ്ടതുണ്ടോ? USS എക്സാമിന് ഒരുപാട് സമയമുണ്ടോ എന്നൊക്കെ നമ്മൾ പലരുടെയും ഡൗട്ടാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാം ഈ ഡിസംബർ മാസത്തിലാണ്. ഡിസംബർ മാസം കഴിഞ്ഞാൽ തൊട്ട് പിറകിലാണ് നമ്മൾ USS എക്സാം വരുന്നത്. അപ്പോൾ ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാസം ആകുമ്പോഴേക്കും നമ്മൾ USS എക്സാമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, എല്ലാ ഡേറ്റുകളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ സമയം പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് USS എക്സാം നേടാൻ കഴിയണമെന്നില്ല. അപ്പോൾ ക്രിസ്മസ് എക്സാമിൻ്റെ കൂടെ USS എക്സാമിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത്, ഇതിന് വേണ്ട ക്ലാസ്സുകളൊക്കെ എവിടെയാണ് കിട്ടുക, ഇതിനെക്കുറിച്ചൊക്കെ തൊട്ട് പിറകിൽ ഞാൻ പറയുന്നുണ്ട്. പിന്നെ നമ്മളുടെ എല്ലാവരുടെയും ഡൗട്ടാണ് USS എക്സാമിൻ്റെ ഘടന. ഏതൊക്കെ വിഷയത്തിൽ നിന്ന് എത്ര മാർക്കിന് ചോദിക്കും, ആകെ എത്ര മാർക്കിനാണ് എക്സാം, അതിൽ എത്ര മാർക്ക് നേടിയാലാണ് എനിക്ക് USS സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ളതൊക്കെ നമ്മൾ പലരുടെയും ഡൗട്ടാണ്. നമ്മുടെ USSൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. ഒരു ദിവസമാണ് എക്സാം എടുക്കുക. അതിൽ രാവിലെ പേപ്പർ 1ൻ്റെ എക്സാം ഉണ്ടാവും, പിന്നെ ഉച്ചയ്ക്ക് ശേഷം പേപ്പർ 2ൻ്റെ എക്സാം ഉണ്ടായിരിക്കും. മാത്രമല്ല അതിൽ പേപ്പർ 1ൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലാംഗ്വേജ്, ആദ്യത്തെ ലാംഗ്വേജ് അതായത് മലയാളം, അറബി, സംസ്കൃതം. ഇതിൽ ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ലാംഗ്വേജിൻ്റെ ആ ലാംഗ്വേജ് പേപ്പർ 1ൽ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ അടുത്ത മലയാളം സെക്കൻഡും അതിലുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ മാത്സും ഈ പേപ്പർ 1ലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ആദ്യത്തെ ലാംഗ്വേജ് 15 മാർക്കിനായിരിക്കും. പിന്നെ മലയാളം സെക്കൻഡ് 10 മാർക്കിനായിരിക്കും, മാത്സ് 20 മാർക്കിനായിരിക്കും. അപ്പോൾ ഈ 3 വിഷയങ്ങളാണ് പേപ്പർ 1ൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ 3 വിഷയങ്ങളും കൂടെ കൂട്ടി നോക്കിയാൽ 45 മാർക്കാണ്. 15ഉം 10ഉം 20ഉം കൂട്ടിയാൽ 45 മാർക്കാണ്. അപ്പോൾ പേപ്പർ 1ൽ 45 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ തന്നെ നോക്കണേ, നമ്മൾ മാത്സിന് 20 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ആ വിഷയത്തിന് നിങ്ങൾ കൊടുക്കണം. അതുപോലെ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പേപ്പർ 2ലും 3 വിഷയങ്ങളാണുള്ളത്. ഇംഗ്ലീഷും, ബേസിക് സയൻസും, സോഷ്യൽ സയൻസും, അടിസ്ഥാന ശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും. ഈ 3 വിഷയങ്ങളാണ് നമ്മുടെ പേപ്പർ 2ൽ ഉണ്ടായിരിക്കുക. ഈ പേപ്പർ 2ലുള്ള എല്ലാ വിഷയത്തിനും, ഓരോ വിഷയത്തിനും 15 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ഇംഗ്ലീഷും 15, ബേസിക് സയൻസും 15, സോഷ്യൽ സയൻസും 15. അപ്പോൾ 3 15 കൂട്ടിയാൽ 45. അപ്പോൾ പേപ്പർ 2 45 മാർക്കിനാണ്. അപ്പോൾ ഒന്നാമത്തെ പേപ്പർ 45 മാർക്കിന്, രണ്ടാമത്തെ പേപ്പർ 45 മാർക്കിന്. 45 കൂട്ടിയാൽ 90. ആകെ 90 മാർക്കിനാണ് നമ്മുടെ USS എക്സാം ഉണ്ടാവുക. അപ്പോൾ ഈ 90 മാർക്കിൽ എത്ര മാർക്ക് നേടിയാലാണ് നമുക്ക് USS സ്കോളർഷിപ്പ് കിട്ടുക? 90 മാർക്കിൻ്റെ 70%, അതായത് 63 മാർക്കോ അതിൽ കൂടുതലോ കിട്ടിയാൽ നിങ്ങൾക്ക് USS കിട്ടും. അപ്പോൾ 63 മാർക്ക് നേടിയാൽ മതി, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടുമെങ്കിൽ അത് നേടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് USS എക്സാമിന് വേണ്ട USS സ്കോളർഷിപ്പ് കിട്ടും. അപ്പോൾ USS നേടാൻ ഇത്രയും മാർക്ക് നേടിയാൽ മതി. അപ്പോൾ അതിന് എന്താണ് പഠിച്ചു തുടങ്ങേണ്ടതെന്നാണ് നിങ്ങൾ അടുത്ത ഡൗട്ട്. നമ്മുടെ 7ാം ക്ലാസ്സിലുള്ള മുഴുവൻ സിലബസും, പ്രത്യേകിച്ച് നമ്മുടെ സിലബസ് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ മുഴുവൻ പാഠഭാഗങ്ങളും ഉൾപ്പെട്ടിട്ടാണ് നമ്മുടെ USS എക്സാം വരിക. പോരാത്തതിന് മാത്സിൽ പാറ്റേൺ, അങ്ങനെയുള്ള മെൻ്റൽ എബിലിറ്റി ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. മാത്സിന് പ്രത്യേകിച്ച് 20 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെ ഓരോ വിഷയത്തിലുള്ള മാർക്കുകൾ നിങ്ങൾ കണ്ടു. അപ്പോൾ സിലബസ് മാറിയതുകൊണ്ട് തന്നെ ഏത് രൂപത്തിലാണ് പഠിക്കാനുള്ള ഡൗട്ട് ഒന്നും വേണ്ട. അതാണ് നിങ്ങൾക്ക് വെച്ചിട്ടുള്ള ഈ വീഡിയോയിൽ സർപ്രൈസ് ഉണ്ടെന്ന് മാഷ് തുടക്കത്തിൽ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് പുതിയ സിലബസ് അടിസ്ഥാനത്തിൽ തന്നെ USS ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ കിട്ടുന്ന കേട്ടോ. മാത്രമല്ല അതിനെക്കുറിച്ചൊക്കെ തൊട്ടുപിറകിൽ നിങ്ങൾ അറിയും. മാത്രമല്ല നിങ്ങൾക്ക് വേണ്ട നോട്ടുകളും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി അയച്ചു തരും. അപ്പോൾ നോട്ടുകളും നോക്കി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് നോക്കാനുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കിട്ടും. അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് എവിടെയാണ് തപ്പി നടക്കേണ്ടത്? നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കമൻറ്റ് സെക്ഷനിൽ പിന്നും ചെയ്തിട്ടുമുണ്ട്.
ജോയിൻ ഫോർ നോട്ട്സ് പറഞ്ഞിട്ട് ഒരു ലിങ്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കാണത്. അപ്പോൾ എല്ലാവരും ആ ജോയിൻ ഫോർ നോട്ട്സ് എന്നുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ USS എക്സാമിന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ട എല്ലാ നോട്ടുകളും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ നോക്കി കൃത്യമായിട്ട് പഠിക്കാം. പിന്നെ ക്ലാസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ക്ലാസ്സുകൾ വേണ്ട, ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സിലും ഞാൻ ഉണ്ടാവും എന്നുള്ളവരൊക്കെ ആ കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് ഇടുക കേട്ടോ. അപ്പോൾ ചാലഞ്ച് അക്സെപ്റ്റഡ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. USS എക്സാമിന് വേണ്ട എല്ലാ ക്ലാസ്സുകളും ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ എഡ്യൂപോർട്ടിൻ്റെ ഈ ചാനലിലൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഇതിന് തൊട്ട് പിറകിൽ നിങ്ങൾ അറിയുന്നതാണ്. പിന്നെ അവർക്ക് വേണ്ട സ്പെഷ്യലായിട്ടുള്ള വേറൊരു സർപ്രൈസ് ഇതിൻ്റെ ബാക്കിൽ ഒളിച്ചിരിക്കുന്നുണ്ട്, അതും വരുന്നുണ്ട്. അപ്പോൾ എഡ്യൂപോർട്ടിൽ ഇനി അങ്ങോട്ട് സർപ്രൈസുകളുടെ മേള ആയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അപ്പം തന്നെ നിങ്ങൾ യൂട്യൂബിലൂടെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി അറിയും. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കാം, നമ്മുടെ USS എക്സാമിനെ കുറിച്ചിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ പരീക്ഷയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ പരീക്ഷയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇനിയും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും വാട്സപ്പ് ചാനലിലും ജോയിൻ ചെയ്യാം. നമ്മുടെ USS എക്സാമിൻ്റെ ടൈം ടേബിൾ ആവട്ടെ, എന്ത് കാര്യം എക്സാമിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഏറ്റവും ആദ്യം അറിയാൻ പറ്റുക നമ്മളെ വാട്സപ്പ് ചാനലിലായിരിക്കും. വാട്സപ്പ് ചാനലിൽ എക്സാമിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി ജോയിൻ ചെയ്യുക. മറക്കേണ്ട നോട്ടുകൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ ജോയിൻ ഫോർ നോട്ട്സ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി അങ്ങോട്ട് കൂടുതൽ സർപ്രൈസുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലും നമ്മുടെ ക്ലാസ്സിലേക്കായിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ ബൈ.